സ്വപ്നങ്ങൾക്ക് ചിറകുവെച്ച് തുടങ്ങിയ കാലത്താണ് ഫേബയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ഇരുൾമറ കടന്നുവരുന്നത്. രോഗം തിരിച്ചറിഞ്ഞതോടെ ഫേബയുടെ പപ്പ വിവാഹമുറപ്പിച്ച യുവാവിനെ വിളിച്ച് മകൾക്ക് ക്യാൻസറാണെന്നും നിങ്ങൾ മറ്റൊരു വിവാഹം നോക്കിക്കോളൂ എന്നും പറയുന്നു. എന്നാൽ അവിടെ നിന്നുമാണ് ഫേബ എന്ന ആ പെൺകുട്ടിയുടെ ജീവിതം മാറിമറിയുന്നത്. ഇത് കൊട്ടാരക്കര സ്വദേശിനിയായ ഫേബയുടെയും അവളുടെ നിഴലായി മാറിയ ജസ്റ്റിന്റെയും കഥയാണ്. ഒരുപക്ഷെ പലർക്കും ഫേബയെ അറിയുമായിരിക്കും. കാരണം ഫേബയുടെ ജീവിതം ഇന്ന് ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. ഒരു സാധാരണ കുടുംബത്തിലെ 3 പെൺമക്കളിൽ ഒരാളായിരുന്നു ഫേബ. വളരെ കഷ്ടപ്പെട്ടാണ് ആ പിതാവ് 3 പെൺമക്കളെയും നഴ്സിംഗിന് പഠിപ്പിക്കുന്നത്. തന്റെ പപ്പയുടെയും മമ്മിയുടെയും കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി സൗദിയിലേക്ക് ജോലിക്ക് കയറുമ്പോൾ ഫേബയുടെ ഉള്ളിൽ നിറയെ സ്വപ്നങ്ങളായിരുന്നു. ഹൃദ്രോഗിയായ പപ്പയ്ക്ക് യാത്ര ചെയ്യാൻ ഒരു കാർ വാങ്ങണം, അടച്ചുറപ്പുള്ള ഒരു വീട് വേണം. അതെല്ലാമായിരുന്നു ഫേബയുടെ ആഗ്രഹം. ജോലിക്ക് കയറിയ ശേഷം ആദ്യം തന്നെ ഒരു കാർ ബുക്ക് ചെയ്യുകയും ചെയ്തു. തുടർന്നുള്ള മാസങ്ങളിൽ കിട്ടുന്ന പണമെല്ലാം വീട്ടിലേക്ക് അയച്ചു നൽകി വീട് പണി തുടങ്ങാനായി പപ്പയെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. സൗദിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ജസ്റ്റിൻ എന്ന ഒരു യുവാവുമായി ഫേബയുടെ വിവാഹം പറഞ്ഞുറപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഓരോ ദിവസം കൂടുന്തോറും തന്റെ തൂക്കം കുറഞ്ഞു വരുന്നതായി ഫേബയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ജോലിഭാരം കൊണ്ടായിരിക്കാമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അതിന് പിന്നാലെ തന്നെ ശ്വാസം മുട്ടൽ, ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം, ചർമ്മത്തിൽ ചൊറിഞ്ഞു തടിക്കൽ, അങ്ങനെ പല ലക്ഷണങ്ങളും വരാൻ തുടങ്ങി. ഡോക്ടറെ കാണിച്ചിട്ടും ലക്ഷണങ്ങൾ ഒന്നും കുറയാതെ വന്നതോടെയാണ് ഒരു ശ്വാസകോശ വിദഗ്ധനെ കാണിക്കുന്നത്. അദ്ദേഹം കോൺട്രാസ്റ്റ് CT സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പരിശോധനാഫലം പുറത്തു വന്നതോടെയാണ് ക്യാൻസർ ആണോ എന്നൊരു സംശയമുണ്ട് എന്ന് ഫേബയോട് ഡോക്ടർ പറയുന്നത്. ഇത് കേട്ടതോടെ ഫേബ ആകെ തകർന്നുപോയി. കാരണം വീട് പണിയും കാറിന്റെ ലോണുമെല്ലാം ഒരു വശത്ത് നിൽക്കുന്നു. ജോലി നിർത്തി ഇനി നാട്ടിലേക്ക് ചെല്ലേണ്ടി വന്നാൽ എങ്ങനെയെല്ലാം മാനേജ് ചെയ്യുമെന്നതായിരുന്നു ഫേബയുടെ പേടി. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ടിക്കറ്റ് ശരിയാക്കി ഫേബ നാട്ടിലേക്ക് തിരിച്ചു. തുടർന്ന് ലിസി ആശുപത്രിയിൽ പോയി ബയോപ്സി എടുത്തപ്പോഴാണ് ഫേബയ്ക്ക് ഹോഡ്ജിക്കിൻസ് ലിംഫോമ എന്ന ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കുന്നത്. ബയോപ്സി ഫലം ലഭിച്ച അന്ന് തന്നെ ഫേബയുടെ പപ്പ ജസ്റ്റിന്റെ വീട്ടിലേക്ക് വിളിച്ചു. മകൾക്ക് ക്യാൻസറാണ്, നിങ്ങളുടെ മകന് വേറെ വിവാഹം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഫേബയുടെ പപ്പയ്ക്ക് കേൾക്കേണ്ടി വന്നത്. ജസ്റ്റിന് ഫേബയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി എന്നാണ്. ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനാണ് ഞങ്ങളുടെയും തീരുമാനം. ഫേബയ്ക്കിപ്പോൾ ഏറ്റവും അധികം വേണ്ടത് മാനസികമായ പിന്തുണയാണ്. വിവാഹിതരായാൽ അവൻ എപ്പോഴും ഫേബയ്ക്കൊപ്പം ഉണ്ടായിരിക്കാൻ സാധിക്കുമല്ലോ എന്നായിരുന്നു ജസ്റ്റിന്റെ വീട്ടുകാർ പറഞ്ഞത്. ഇത് കേട്ടതോടെ ഫേബയുടെ പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വീണ്ടും ഫേബയുടെ ബന്ധുക്കളിൽ പലരും ജസ്റ്റിനെ ഉപദേശിച്ചുവെങ്കിലും ജസ്റ്റിൻ എത്രയും വേഗം വിവാഹം എന്നതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ എല്ലാവരെയും വിളിച്ച് ആഘോഷമാക്കി വിവാഹം നടത്തി. തുടർന്ന് വിവാഹം കഴിഞ്ഞ 2ാമത്തെ ദിവസം തന്നെ ഇവർ വെല്ലൂരിലേക്ക് പോയി. പലരും കരുതിയിരുന്നത് ഇവർ ഹണിമൂൺ ട്രിപ്പിനായി പോയതാകുമെന്നാണ്. എന്നാൽ വെല്ലൂരിലെ പരിശോധനാഫലം വീണ്ടും ഞെട്ടിക്കുന്നതായിരുന്നു. അർബുദം 4ാം സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. തിരികെ നാട്ടിലേക്കെത്തി കീമോതെറാപ്പികൾ ആരംഭിച്ചു. മുടി കൊഴിഞ്ഞു പോകുമ്പോൾ വേദനയോടെ കണ്ണാടി നോക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല ഫേബ. ഓരോ തവണയും കീമോയ്ക്ക് മുൻപ് തന്നെ തല ഷേവ് ചെയ്ത് അവൾ പുഞ്ചിരിക്കുമായിരുന്നു. മരുന്നിന്റെ പാർശ്വഫലങ്ങൾ അവളെ തളർത്തുമ്പോൾ, മോർഫിൻ പോലും മാറ്റാത്ത വേദനയിൽ അവൾ പിടയുമ്പോൾ കാവൽമാലാഖയെപ്പോലെ ജസ്റ്റിൻ എപ്പോഴും അവളുടെ കൂടെ തന്നെയുണ്ടായിരുന്നു. അവൾ ഛർദ്ദിച്ച് തളരുമ്പോൾ അത് തുടച്ചു മാറ്റാനും അവളെ കുളിപ്പിക്കാനും ഒന്നും ആ കൈകൾ മടിച്ചു നിന്നില്ല. സ്നേഹം ഒരു ഔഷധമായി മാറുന്ന കാഴ്ചയായിരുന്നു അവിടെ കാണാനായത്. തന്റെ ജോലി പോലും മാറ്റിവെച്ചാണ് ജസ്റ്റിൻ ഫേബയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയത്. ജസ്റ്റിന്റെ മാതാപിതാക്കളും ഫേബയ്ക്കായി ഒരുപാട് രാത്രികളിൽ ഉറക്കമിളച്ചിരുന്നു. ഇങ്ങനെ ഒരു സ്നേഹം ലഭിക്കാൻ എന്തു പുണ്യമാണ് താൻ ചെയ്തതെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടെന്നാണ് ഫേബ പറഞ്ഞത്. കീമോ കഴിഞ്ഞ രോഗമുക്തിയുടെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് സെപ്റ്റിക് ഷോക്ക് എന്ന അണുബാധയിലൂടെ മരണം വീണ്ടും പടിവാതിൽക്കലെത്തി നിന്നത്. BP താഴ്ന്ന് ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഫേബ വെന്റിലേറ്ററിനോടടുത്തു. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപ്പാലത്തിൽ കുറേ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ ഫേബ ജീവിതത്തിലേക്ക് തിരികെ വന്നു. അങ്ങനെ രോഗമുക്തി നേടി 1 വർഷം കഴിഞ്ഞപ്പോൾ ഫേബയുടെ ഉള്ളിൽ മറ്റൊരാഗ്രഹം ഒട്ടിട്ടു. ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞത് 5 വർഷമെങ്കിലും അതിനായി കാത്തിരിക്കണമെന്നായിരുന്നു. എന്നാൽ വൈദ്യശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് 2023 ഫേബ ഗർഭിണിയായി. അങ്ങനെ 2024 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഫേബ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ജെയ്ഡൻ എന്ന അവന്റെ പേര് പോലെ തന്നെ അവരുടെ ജീവിതത്തിലെ വലിയൊരു വിജയമായിരുന്നു ആ ദിവസം. ഇപ്പോൾ ഭർത്താവിനും തന്റെ കുഞ്ഞിനുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഫേബ. സ്നേഹവും വിശ്വാസവും കൂടെയുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാമെന്ന് ഫേബയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു.